ഹായ് വെൽക്കം ടു സി വിത്ത് എലിസ. നിങ്ങളിതാ എൻ്റെ കൂടെയുള്ള ഡ്യൂനാഷിനെ എല്ലാവരും ഓർക്കുന്നുണ്ടാവും. കാരണം നമ്മളുടെ ചാനലിൽ വീഡിയോയിൽ വന്നിട്ടുള്ളതാണ്. ബോച്ചയെ പോലെ തന്നെ ഇരിക്കുന്ന നമ്മൾ മുംബൈ പോയിട്ട് മുംബൈയിലെ ബോച്ചയുടെ വീട്ടിൽ ഞങ്ങൾ പോയി എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിലാണ് വന്നത്. ബോച്ച ഇപ്പം അല്ല ബോച്ചയല്ല ഡ്യൂനാഷ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ വീട്ടിലാണ്. അതിനൊരു കാരണം ഉണ്ട് അല്ലേ? അപ്പോൾ വെൽക്കം ടു സി വിത്ത് എലിസ ഒരിക്കൽ കൂടെ. എന്താണ് ഇത്തവണ നമ്മളിങ്ങനെ വരാനുള്ള കാരണം പറ. അങ്ങനെ കാരണായിട്ടൊന്നും ഇല്ല. ഞാനിപ്പോ റീസെന്റ് ബോച്ചെ സാറിനെ കണ്ടിരുന്നു. ഒരു സ്റ്റോറിന്റെ ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു മുംബൈയില്, വാശി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ വെച്ച് ഞാൻ സാറിനെ കണ്ടിട്ട് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓവറോൾ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. സാറിനോട് എൻ്റെ അമ്മ പേഴ്സണലി പറഞ്ഞ് മോന്റെ വീഡിയോ ഇങ്ങനെ വൈറലായിന്. അപ്പൊ സാറും വേഗം പറഞ്ഞു ഞാൻ വീഡിയോ കണ്ടിന് വൈറലായിന്, വീഡിയോ കണ്ടിരുന്നു പറഞ്ഞു. ആ സാർക്ക് അറിയാം വീഡിയോ കണ്ടിന്യൂ സാറിന്റെ അടുത്ത് എത്തിന് അത് വീഡിയോ. അത് ഒരു കുറച്ച് സമയം എടുത്ത്, പക്ഷെ ആ വീഡിയോ എത്തി അവിടെ വരെ. എന്നുവെച്ചാൽ ഡ്യൂനാഷിനും പ്രത്യേകിച്ച് അമ്മയ്ക്കായിരുന്നു ഭയങ്കര ആഗ്രഹമല്ലേ ഇതൊന്ന് കാണണം എന്നുള്ളത്. ഡ്യൂനാഷിനും ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ഡ്യൂനാഷ് ആ ഒരു ഫിഗറൊക്കെ അങ്ങനെ വെച്ച് നടന്നത് അല്ലേ? അങ്ങനെ നടന്നത്. പക്ഷെ ആദ്യം കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് മുടി എന്റെ ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പോ ഞാൻ കട്ട് ചെയ്ത് കുറച്ച്. അപ്പോഴാണല്ലേ കണ്ടത്? അപ്പഴാ കണ്ടത്. മുടി മുറിച്ച് കഴിഞ്ഞാന്നൊരു ലക്ക് തുടങ്ങിയത്. പിന്നെ ആണോ? അപ്പോഴാണ് കണ്ടത്. അപ്പൊ മുംബൈയിൽ പുതിയ ഷോപ്പായിരുന്നോ? ഷോപ്പിന്റെ ഉദ്ഘാടനമായിരുന്നോ? ഐ ഗെസ് പുതിയ ഷോപ്പിനു അതിന്റെ ഒരു ഇനോഗ്രേഷന്റെ ഇതിനായി അങ്ങനെ കാണാൻ പറ്റിട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആ ഒരു വീഡിയോ ചെയ്തത് വഴി ഡ്യൂനാഷിന് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി കാണാൻ. എന്ന് വെച്ചാൽ ഭാഗ്യം ഞാൻ ഉദ്ദേശിച്ചത് ഡ്യൂനാഷിന് അത് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ കാണണം അല്ലേ, ആളെ നേരിട്ട് കാണണം എന്നുള്ളത്. എന്നിട്ട് എന്ത് പറഞ്ഞു ആളെ? അധികം ഒന്നും സംസാരിക്കാൻ കിട്ടിയിട്ടില്ല. അത്ര ക്രൗഡ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബോച്ചെ സാറിന്റെ ഒരു ഫാൻ ഫോളോയിങ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫാൻ ഫോളോയിങ് ആണ്. അത്ര ആൾക്കാരെ ഗസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല, പക്ഷെ അത്ര ആൾക്കാരുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ ഒരു 2 മിനിറ്റ് ഒന്ന് ഇതാക്കാൻ കിട്ടിയതിന് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പ്ലസ് പിന്നെ സ്റ്റോറിന്റെ ആൾക്കാരും പിന്നെ മാനേജ്മെന്റും എല്ലാം നല്ല ഇതായോണ്ട് പിന്നെ സ്റ്റോറിന്റെ ഉള്ളിലും കൂട്ടിക്കൊണ്ടേച്ച് സാറിനെ പേരെ ഫോട്ടോ എല്ലാം ഇതാക്കിയോണ്ട് നല്ലൊരു ഓവറോൾ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. സാറിനോട് പറഞ്ഞോ ഇങ്ങനെ സാറിന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ, അല്ലെങ്കിൽ എനിക്കത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അതേപോലെ തന്നെ ഫിഗറൊക്കെ ചെയ്ത് നടന്നതെന്ന്? അങ്ങനെ ഒന്നും വർത്തമാനം പറയാൻ കിട്ടിയിട്ടില്ല. ഒരു ഫേസ് ടു ഫേസ് കാണാൻ കിട്ടിയോണ്ട് ഒരിത്. പക്ഷെ ഓവറോൾ അവിടെ വന്ന ഗസ്റ്റിന്റെ എല്ലാം ഒരു നല്ലൊരു അവർ കുറെ പേരൊക്കെ ഡ്യൂനാഷിനെ ആദ്യമായിട്ട് കാണുന്നവരല്ലേ? കൊറേ ആൾക്കാർ എന്നോട് ചോദിച്ച് ബോച്ചെ സാറിന്റെ മോനാന്നോ അങ്ങനെയെല്ലാം ചോദിച്ചിരുന്നു. അമ്മയും ഉണ്ടായിരുന്നു ആ സമയം. കേൾക്കുമ്പോ ഒരു കുറച്ചൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ അവിടെ പറഞ്ഞു ഇങ്ങനെ അങ്ങനെയൊന്നല്ല, പക്ഷെ സെയിം ഒരു ലുക്ക് ആയതുകൊണ്ട് അങ്ങനെ ആൾക്കാർക്ക് തോന്നുന്നതാണ്. അത് നല്ല ഇത്. കൊറേ ആൾക്കാർക്ക് സാറിന്റെ പേരെ ഫോട്ടോ എടുക്കാൻ കിട്ടിയിട്ടില്ല. അപ്പൊ ആ ഇതില് എന്റെ പേരെ ആൾക്കാർ വന്ന് ഫോട്ടോ എടുത്ത് സ്റ്റോറിൽ അങ്ങനെയെല്ലാം ഇതായി. സാറിന്റെ ബോഡി ഗാർഡ്സ് ഉണ്ടായിരുന്നു. ബോഡി ഗാർഡ്സിന്റെ പേരും ഫോട്ടോ എടുത്ത് കുറെ ആൾക്കാരെ പേരും ഫോട്ടോ ഞാൻ എന്റെ അങ്ങനെ എടുത്തിന് ആൾക്കാർ. ബോച്ചെ സാറിന് വിചാരിച്ചു എന്റെ പേരും ഫോട്ടോ എടുത്തിന് അങ്ങനെ. അങ്ങനെ അതായത് ബോച്ചയുടെ ഒപ്പം ഫോട്ടോ എടുക്കാൻ പറ്റാത്തവരൊക്കെ ആ ഒരു സങ്കടം നമ്മുടെ ഡ്യൂനാഷിന്റെ ഒപ്പം ഫോട്ടോ എടുത്ത് തീർത്തു. ഇപ്പൊ നമ്മൾക്കാണെങ്കിൽ ഇവിടെ വന്നിട്ടാണെങ്കിൽ ഇവിടെ ഇപ്പൊ ഞങ്ങളുടെ വീട്ടില് ചേച്ചിമാരൊക്കെ വരുള്ളൂ. ഇപ്പൊ ഹരിതകർമ്മസേനയിലെ ചേച്ചിമാർ വന്നപ്പോ അല്ലേ അവര് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞങ്ങളൊരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കുമായിരുന്നു. നമ്മളിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ഡ്യൂനാഷിനെ കൊണ്ട് പോകുമ്പോ എല്ലാരും ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കാണ്, എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. റിയാക്ഷൻ ട്രെയിനിലൊക്കെ ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് വരുമ്പോഴോ? ട്രെയിനിലപ്പോ ട്രാവൽ ചെയ്തപ്പോ എന്റെ പേരും കുറച്ച് കൊച്ചിയിലുള്ള തന്നെ കുറച്ച് കുട്ടികൾ ഉണ്ടായിരുന്നു. ആ കുട്ടർ ജോബിന് വേണ്ടിച്ച് മുംബൈയില് പോയതിന് തിരിച്ചു വരുമ്പോ എന്റെ പേരും ഉണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടറും വേഗം കണ്ടിച്ച് എന്നോട് അവര് ചോദിച്ച് നമുക്ക് ആദ്യം കണ്ടപ്പോ തോന്നി ബോച്ചെ തന്നെയാണെന്ന്. അങ്ങനെ ഇതൊന്നുമില്ല. അക്കുട്ടർക്കും ഞാൻ വീഡിയോ എല്ലാം കാണിച്ചു കൊടുത്തിന്. അക്കുട്ടറെല്ലാം ഇതായി. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ദുബായിൽ വർക്ക് ചെയ്യുന്നത്. ഓനിപ്പൊ റീസെന്റ് വന്നിനു. അപ്പൊ ഓൻ എന്നോട് പറഞ്ഞു ഞാൻ നിന്റെ വീഡിയോ കണ്ടിന്യൂ ദുബായില് ഞാൻ കണ്ടിന്യൂ. ഞാൻ പറഞ്ഞു നിന്നെ അങ്ങനെ കണ്ടിന്യൂ ചോദിച്ചു. എന്നിട്ട് എനിക്കിങ്ങനെ ഇൻസ്റ്റാഗ്രാമില് ഫീഡില് വന്നപ്പോ ഞാൻ കണ്ടിന്യൂ എന്ന് പറഞ്ഞു. അങ്ങനെ ദുബായ് വരെ എത്തിയത് വീഡിയോ. അതിപ്പോ അത് 1.82 മില്യൺ വ്യൂസ് ഇൻസ്റ്റാഗ്രാം വീഡിയോ ഇതിലുണ്ട്. അതെല്ലേ? അപ്പൊ ഇപ്പൊ ഒരുവിധം കാണുന്നവർക്കൊക്കെ ഡ്യൂനാഷിനെ അറിയാം. ഇപ്പൊ അധികം മുംബൈയിലും എല്ലാ ആൾക്കാർക്ക് അറിയാം. പിന്നെ എന്താണ് ഡ്യൂനാഷിന്റെ ആഗ്രഹം? എന്താ ഭാവിയിൽ എന്താണ് ആഗ്രഹം?
നമുക്കൊരു എന്താ മോഡലാണ് ആള്, പിന്നെ ഫാക്കൽറ്റി ആണോ? പഠിപ്പിക്കൽ ട്രെയിൻ ചെയ്യുന്നുണ്ട്. നല്ല പുതിയ എക്സ്പയറിംഗ് മോഡൽസിന് കുറെ കുട്ടികൾക്കുണ്ട് മോഡൽ ആണെന്ന് പറഞ്ഞ ഒരു ആഗ്രഹം ഉണ്ടാവും. ആ കുട്ടികൾക്ക് ഞാൻ പഠിപ്പിക്കലുണ്ട്. എൻ്റെ സ്വന്തമായിട്ട് മുംബൈയിൽ അക്കാഡമി ഉണ്ട്, അവിടെ ഞാൻ പഠിപ്പിക്കലുണ്ട്. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാല്, എന്റെയും എൻ്റെ അമ്മേന്റെയും ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഒരു ആക്ടറായി ഒരു ആഗ്രഹം. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിന് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് എല്ലാം. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള ഓഡിഷൻസ് എല്ലാം ചെയ്യലുണ്ട്. പക്ഷെ മോഡൽ അയച്ചുള്ള ഓഡിഷൻസ് അധികവും കിട്ടല്. ആക്ടർ അയച്ചുള്ള ഒരു ഇത് ആക്ടിങ്ങിന്റെ ഇതില് ഒന്നും അത്ര ഇതായില്ല. അതിനയച്ചുള്ള ഇത് ചെയ്യുന്നുണ്ട്. അത് ഒരു സമയം വരുമ്പോ എല്ലാം ആയിക്കോളും. അത് അതെ അതെ, അങ്ങനെ അഭിനയാണ് ആഗ്രഹം അല്ലേ? ഒരു ആക്ടർ അയച്ച ഒരു ഏതെങ്കിലും ഒരു മൂവിയിൽ ഒരു ചെറിയ റോള് എന്തെങ്കിലും അയച്ച ഒരു അങ്ങനത്തെ ഒരു ആഗ്രഹം. ഈ ഫീൽഡിൽ തന്നെയാണ് ഉള്ളത്. എഞ്ചിനീയറിംഗ് ചെയ്തിച്ചു, പിന്നെ ഒരു ഇതില്ല. എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്, ബിടെക് അല്ലേ? മെക്കാനിക്കൽ എഞ്ചിനീയർ, ഏവിയേഷൻ ഫീൽഡില്. പക്ഷെ അതിന് ഒരു താല്പര്യം ഇല്ല. നമ്മുടെ പാഷൻ ഇതാണ്. പാഷൻ സപ്പോർട്ട് ചെയ്യാന് അമ്മ നല്ലോണം സപ്പോർട്ട് ചെയ്യലുണ്ട്. ബാക്കി ആരും അധികം അങ്ങനെ ചെയ്യത്തില്ല. ഇങ്ങനെ പൈസയും ചെലവിട്ട് എഞ്ചിനീയറിംഗ് എല്ലാം ചെയ്ത് അതിന് പണിക്ക് പോയിക്കോ അതെല്ലാം. പക്ഷെ അത് ഫോക്കസ് അൻ്റെതല്ല. സമയം പോയി കഴിഞ്ഞാലും ഒന്നുമില്ല. പക്ഷെ ഇത് എൻ്റെ ഒരു ആഗ്രഹമാണ്, അമ്മേന്റെ ഒരു ആഗ്രഹമാണ്, ഇത് എനിക്ക് ചെയ്യണം. ഇത് അതായത് ഞാനത് വേറെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഇനി ചോദിക്കാൻ പോണേ. അതായത് പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണല്ലോ. ഈ പാഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം ഡിവിനാഷൻ ചെയ്യുമ്പോൾ സന്തോഷം കിട്ടുന്നത് മോഡലിംഗ് ആണ് അല്ലെങ്കിൽ ആക്ടിങ് ഒക്കെയാണ് അല്ലേ? അതിന്റെ എന്നാൽ അതിന് അവസരം വരുന്നതേ ഉള്ളൂ. അതിനു വേണ്ടി എന്താണ് അപ്പൊ ഇപ്പം കുറെ പേരൊക്കെ ഇങ്ങനെ പഠിച്ചിട്ട് നമ്മുടെ പാഷനെ വിട്ടിട്ട്, നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യത്തെ വിട്ടിട്ട് നമ്മുടെ പഠനത്തിന്റെ പുറകെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫോക്കസിൽ ഇപ്പം പോകുന്നുണ്ട്. അങ്ങനെ പോയി അതിൽ ജോലിക്ക് കയറുന്നവരും ഈ പാഷന്റെ പുറകെ പോകുന്നത്, അത് തമ്മിലൊരു ഡിഫറൻസ് എന്താണ് ഡിവിനാഷന് ഫീൽ ചെയ്യുന്നത്? എഞ്ചിനീയറിംഗ് ചെയ്യുമ്പോൾ തന്നെ ഒരു പാഷൻ ഉണ്ടേനു മോഡലിംഗ് ചെയ്യണം എന്നെല്ലാം പറഞ്ഞ്. അപ്പൊ അമ്മക്കും ഒരു ഇതുണ്ടേനു ആക്ടർ അയച്ച് കാണണം എന്നല്ല, അങ്ങനത്തെ ഒരു ഇത്. പക്ഷെ എഞ്ചിനീയറിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോ പിന്നെ അങ്ങനെ തന്നെ ഒരു ലൈഫ് ഒരു സ്റ്റക്കായ പോലെ ഉണ്ടാവും. ഡെയിലി ആ ജോബ് ചെയ്യുക, ആ മന്ത്ലി സാലറി, അങ്ങനത്തെ ഇത് എനക്കൊന്ന് വേണ്ട. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഞാൻ എൻ്റെ പാഷന്റെ ബാക്കിൽ പോവാ. എങ്കിൽ എനിക്ക് സ്വന്തമായിട്ടുള്ള എന്നാ ചെയ്യേണ്ടത് അത് എനിക്ക് ചെയ്യാൻ കിട്ടും. അവിടെയും സ്റ്റക്കായി പോകില്ല. എനിക്കിപ്പോ മോഡലിംഗ് ചെയ്യണം എന്ന് പറയുമ്പോൾ എവിടെയും ഞാൻ സ്റ്റക്ക് ആവുന്നില്ല. ആക്ടിങ് ചെയ്യണം, ഞാൻ എവിടെയും സ്റ്റക്ക് ആവുന്നില്ല. എനിക്ക് വേറെ ഇതൊന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഈ ലൈഫിൽ ഹാപ്പി ആയിട്ട് ഞാൻ നടക്കുന്നതിന് അതിന് സപ്പോർട്ട് ചെയ്യാത്തത് കുറെ ആൾക്കാർ ഉണ്ടായിട്ട്, പക്ഷെ അതിന് ഒരിതൊന്നുമില്ല. അത് സമയം വരുമ്പോ ആൾക്കാർക്കും തിരിയാത് സപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പം സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് അപ്പം തിരിയാ എല്ലാരും വന്നോളൂ അല്ലേ? അങ്ങനെ ആൾക്കാർ വരും പോവും. അതിനൊന്നും അതൊന്നും ഇപ്പൊ നാളെ ഒരു സ്റ്റാർ അയച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പിന്നെയും വരും. ഇത് നമ്മളെ കൂട്ടുകാരാന്ന് അല്ല റിലേറ്റീവ് ആന്ന്, അങ്ങനെ ആൾക്കാർ വരുവായിരുന്നു. അതിലൊന്നും ഡിവിനാഷൻ ഒരു പ്രശ്നമില്ല കേട്ടോ. അതിനൊന്നും ഇപ്പൊ സപ്പോർട്ട് ചെയ്യാത്തതിന് ഒരു പരാതിയില്ല അല്ലേ? പരാതിയില്ല. ശരിക്കും എനിക്ക് ഡിവിനാഷനോട് സംസാരിക്കുമ്പോ അല്ലെ അമ്മേനോട് സംസാരിക്കുമ്പോ എനിക്ക് മനസ്സിലാവുന്നത്, അങ്ങനെ നമ്മള് പാഷനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും കുറെ കൂടെ നല്ലത് അല്ലേ? പാഷനാണ് ഒരാള്, ഓരോരുത്തർക്ക് എന്താണോ ഇഷ്ടം അതാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സന്തോഷത്തോടുകൂടെ ചെയ്യാൻ പറ്റും, ജീവിത അവസാനം വരെ ചെയ്യാൻ പറ്റും. ഒറ്റൊരു ലൈഫേ ഉള്ളൂ. അപ്പം പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ചെയ്താല് നല്ല ലൈഫ് ലോങ് നമുക്ക് നല്ലൊരു ഹാപ്പിനെസ് ഉണ്ടാവും. ഇതിന് വേണ്ടിട്ട് ഞാൻ എൻ്റെ ഈ കരിയറാണ് ഞാൻ ചൂസ് ചെയ്തത്. ഡിവിനാഷൻ നോർമലി ഇങ്ങനത്തെ ഡ്രസ്സാണോ ഇടുക, അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഇനി ബോച്ചെ സാറിനെ പോലെ ആ ഒരു ഫിഗർ കിട്ടാൻ വേണ്ടിട്ടാണോ ഇങ്ങനത്തെ ഡ്രസ് ഇട്ടുന്നത്? അങ്ങനെയൊന്നുമില്ല. എൻ്റെ വാർഡ്രോബിൽ അധികം ഇങ്ങനത്തെ ഔട്ട്ഫിറ്റ്സ് തന്നെയാണുള്ളത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അയച്ച് ഞാൻ ക്യാരി ചെയ്യല്. കുറച്ച് ഫാഷനബിൾ അയച്ച് ക്യാരി ചെയ്യുന്നതാണ് എനിക്ക് ഇഷ്ടം. ഒരു മോഡൽ അയച്ച് നടക്കുമ്പോ അപ്പം കുറച്ച് ഫാഷന്റെ ട്രെൻഡിന്റെ ഇതിൽ നമ്മൾ പോകുന്നതാണ് കൂടുതൽ എൻ്റെ ഒരു ഇത് നോട്ടീസബിൾ ആവും. ഇനിയിപ്പോ അതാ മെയിൻ, നോട്ടീസ് ആവണം വേഗം. ആണല്ലേ? അതാണ് ലക്ഷ്യം. കൊച്ചന്റെ ലുക്കായിട്ടൊക്കെ ഇങ്ങനെ നടക്കുമല്ലോ, മുടിയൊക്കെ വളർത്തി നമ്മൾ ആ ഒരു സ്റ്റൈലൊക്കെ കീപ്പ് ചെയ്ത് നടക്കുമ്പോ അതിനെ കളിയാക്കിയവരുണ്ടോ? കളിയാക്കിയവര് ഉണ്ട്. കുറെ ആൾക്കാർ പറയും ഇതെന്തിനാന്ന് ഇങ്ങനെ ബോച്ചെ സാറിന്റെ പോലത്തെ ലുക്കെല്ലാം ആക്കി വെച്ചിട്ട് നടക്കുന്നത്, അതിനെ കൊണ്ടെല്ലാം എന്നാ കിട്ടേണ്ടത്. അതിനൊന്നും ഇപ്പൊ ഒന്നും പറയാൻ കഴിയില്ലല്ലോ. ഇപ്പൊ അത് ആൾക്കാരെ ഒരു ഇത്, അത് ഞാൻ അങ്ങനെ തന്നെ വിട്ടേക്കുന്നത്. അധികം ഞാൻ അതിൻ്റെ അകത്തൊന്നും ചിന്തിക്കത്തില്ല.
ഇപ്പൊ ഒരു ഈ ഒരു ഏജിൽ ആ ലുക്ക് കിട്ടിയോണ്ട് അങ്ങനെ പോകുന്നത്. അതിന്റെ ഒരു പ്ലസ് പോയിന്റ് ഇതാണ്, ആൾക്കാർ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ആൾക്കാർ തന്നെ വേഗം മനസ്സിലാക്കുന്നുണ്ട്, ഒരു റെക്കഗ്നേഷൻ കിട്ടുന്നുണ്ട് വേഗം. ഇത് ബോച്ചെ സാറിനെ പോലെ തന്നെ. ഇപ്പൊ എവിടെയും പോയി കഴിഞ്ഞാലും ഇപ്പൊ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നാട്ടിൽ വന്നാലും അങ്ങനെ തന്നെയാ, എന്റെ സ്വന്തം കണ്ണൂരിലും പോയി കഴിഞ്ഞാലും അടിയും അങ്ങനെ തന്നെയാണ്. അടിയെല്ലാം പോയി കഴിഞ്ഞാൽ എല്ലാടിക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ മോസ്റ്റ്ലി ഏത് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലും ആൾക്കാർ ഫസ്റ്റ് നോക്കിച്ച് അതന്നെ, ബോച്ചെ സാറിനെ പോലത്തെ ഡ്രസ്സ് ഇട്ടിച്ചെന്നെ സെയിം അതന്നെ ആയിരിക്കും. അങ്ങനെ ഒരു പറയുന്നവരെ കൊറേ. അത് ഞാനൊരു പോസിറ്റീവ് തിങ്കിങ് അയച്ച് എടുത്ത് നടക്കും. ഈ നെഗറ്റീവ് തിങ്കിങ് ഞാൻ അധികം എടുക്കാറില്ല. ബോച്ചെ സാറിനെ കണ്ടപ്പോ നമ്മളെപ്പോഴും, ഇപ്പൊ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല അദ്ദേഹത്തെ, അപ്പം നമ്മൾ കാണുന്നത് ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള, ഭയങ്കര സ്മാർട്ട് ആയിട്ടുള്ള അങ്ങനെ ഒരു മനുഷ്യൻ. അങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് ബോച്ചെ സാർ എന്ന് പറയുമ്പോ ഒരു പോസിറ്റീവ് എനർജി ഉള്ള ആളാണത്. നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നല്ല, ശരിക്കും ആ എനർജി പാസ് ഓൺ ചെയ്യലുണ്ട് ക്രൗഡ്സ് സാറിന്റെ ഫാൻസിനെല്ലാം ആ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യിക്കുന്ന ഒരു ഇതാണ്. ആ ഒരു ഇതുണ്ട്, എന്താ പറയാ, അതിന് ഒരു ചുറ്റും നിൽക്കുന്നവർക്ക് ആ ഒരു ഇത് കിട്ടും, ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു ക്രൗഡ് അട്രാക്ഷൻ ഉള്ളന്ന് ബോച്ചെ സാർ എന്ന് പറയുന്നത് ഒരാള്. അതെ അല്ലേ. ഇദ്ദേഹം വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മള് അങ്ങോട്ട് പോവാ, മീൻസ് അവിടെ അന്വേഷിച്ചോ അല്ലെങ്കിൽ എങ്ങനെയാണ് കാണാനുള്ള അവസരം കിട്ടിയത്? അമ്മേന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അത് അക്കൂട്ടറ സാറിന്റെ സ്റ്റോറിൽ വർക്ക് ചെയ്യുന്നതാണ്. അക്കൂട്ടറ ത്രൂ ആണ് കണ്ടവരാണോ? നമ്മളെന്ന വീഡിയോയില് അക്കൂട്ടർ തന്നെയാണ്. അക്കൂട്ടർ അമ്മേനോട് പറഞ്ഞ്, പിന്നെ അക്കൂട്ടറ സ്റ്റോറിലുള്ള ആൾക്കാരും പിന്നെ പറഞ്ഞ് മോനെ കൂട്ടിക്കൊണ്ടുപോവാ, നമുക്ക് നോക്കാം സാറിനെ മീറ്റ് ചെയ്യാൻ പറ്റിക്ക്. അങ്ങനെ തന്നെയാണ് ആ ഒരു പ്രോസസ്സ് പോയത്. അങ്ങനെ കാണാനും പറ്റി. പിന്നെ സാറിന്റെ മാനേജർ അയച്ച് എന്റെ കോണ്ടാക്ട് ഉണ്ട്. മാനേജറിനോട് ഞാൻ പറഞ്ഞു, മാനേജറും പറഞ്ഞ് അവിടെ പോയിച്ച് പറഞ്ഞാൽ മതി ഇങ്ങനെ മാനേജർ പറഞ്ഞിച്ച്. അപ്പൊ ഓവറോൾ നല്ല ഒരു സപ്പോർട്ട് ഉണ്ടേനു, നല്ല ടീം മാനേജ്മെന്റ് എല്ലാം നല്ല ഒരു ഇതുണ്ടേനു. അങ്ങനെ എന്തായാലും ആ സംഭവം നടന്നു. എന്തായാലും അദ്ദേഹം വീഡിയോയിലൂടെ കണ്ടിരുന്നു എന്ന് പറഞ്ഞത് ഭയങ്കര അതൊരു കുറച്ച് സന്തോഷമായി. നേരത്തെ തന്നെ നമ്മളെ കണ്ടല്ലോ, അതായിരുന്നല്ലോ ആഗ്രഹം അല്ലേ. കാത്തിരിക്കായിരുന്നു ശരിക്കും ഡിവിനേഷൻ. പിന്നെ ഡിവിനേഷൻ മലയാളം കണ്ടോ? നല്ല പ്യൂർ കണ്ണൂർ സ്ലാങ് ആണ് അല്ലേ. നല്ല രസമായിട്ടല്ലേ നമുക്കറിയണേ. കണ്ണൂർ സ്ലാങ് ഇത്ര ഭംഗിയായിട്ട് ഞാൻ കേട്ടിട്ടില്ല എന്ന് പറയായിരുന്നു. അത്രയും രസമായിട്ടാണ്. ബോംബെയില് തന്നെയാണ്, വീട്ടില് മാത്രം അമ്മേന്റെ പേരാന്ന് മാത്രം മലയാളം സംസാരിക്കല്. അമ്മയുടെ തനി സ്ലാങ് അങ്ങനെ പഠിച്ചേക്കണോണ്ട് ഇത്രയും നല്ല കണ്ണൂർ സ്ലാങ് അല്ലേ. നാട്ടിൽ വന്നാല് ഫ്രണ്ട്സ് ചേട്ടന്മാരുടെ അനിയന്മാരെല്ലാം ഉണ്ട്, അക്കോട്ടോടെല്ലാം വർത്തമാനം പറഞ്ഞ കുറച്ചിതായി പോകും. അതെ, നമ്മൾ ഇടയിൽ ഹിന്ദി ഒന്നും കേട്ടില്ല കേട്ടോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. സാധാരണ ഹിന്ദിയും മലയാളവും ഇംഗ്ലീഷും കൂടി കലർത്തിയാണല്ലോ സംസാരിക്കുക. ഇത് അങ്ങനെയൊന്നുമില്ല, മലയാളം പറഞ്ഞ മലയാളം തന്നെ. ഡിവിനാഷിന്റെ അഭിനയത്തിനുള്ള ആഗ്രഹവും നല്ലൊരു മോഡലാവണം എന്നുള്ള ആഗ്രഹവും എല്ലാം നടക്കട്ടെ, എല്ലാം പെട്ടെന്ന് ഡിവിനാഷ് വിചാരിക്കണ പോലെ ഒന്നുമില്ല. സമയം എടുത്താലും ഒരു ഇതില്ല, പേഷ്യൻസ് ഉണ്ട് എനിക്ക്. ആ വീഡിയോ സ്ലോലി അയച്ചാന്ന് റീച്ച് ആയത് 2 മില്യൺ പോലെ. അങ്ങനെ തന്നെ ഈ വീഡിയോ കണ്ടിച്ച് ഡയറക്ടർമാര് പ്രൊഡ്യൂസർമാര് ആരും ആക്ടിങ്ങിന് വേണ്ടിച്ച് വിളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വരുവായിരുന്നു. അപ്പൊ അതാണ് കേട്ടോ, നല്ല ക്ഷമയുള്ള ഒരു ആളാണ് ഡിവിനാഷ്. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു, എല്ലാം ഇഷ്ടം എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ നമ്മുടെ 2026 തന്നെ അങ്ങ് നടക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കുറെ അങ്ങോട്ട് കഴിഞ്ഞു പോട്ടെ എന്നൊന്നും വിചാരിക്കണ്ട, പെട്ടെന്ന് നടക്കട്ടെ എന്ന് ആഗ്രഹിക്കാം അല്ലെ. ഡിവിനാഷിനത് പറ്റൂലേ, കാരണം ഭയങ്കര ശാന്തതയാ. എനിവേ, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ it's me Elisa signing off with Divinash. Bye bye. Wow!